അപ്പോൾ അടുത്തത് ഒരു ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇതും നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെ. അതൊരു ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റത്തെപ്പറ്റി നാം എന്താണ് കരുതുന്നത്? പ്രോട്ടോൺ വളരെ ഹെവി ആണെന്നും ഇനി ഇത് ഹെവി അല്ലെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു റെഡ്യൂസ് പിണ്ഡം നൽകുക. എന്നാൽ ഇത് ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ഹെവിയാണ് എന്നു കരുതാം. അപ്പോൾ രസതന്ത്രത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു എക്സ് ഷെൽ, 2 എക്സ് ഷെൽ, 2 പി ഷെൽ. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായ ഡീജനറസി ഉപയോഗിച്ച ലൈനുകൾ വരയ്ക്കാം. ഒരു എക്സ് ഷെൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 1, L = 0. എന്നാൽ നിങ്ങൾക്ക് ചുവന്ന ലൈനും ഇതും 2 സ്പിൻ സ്റ്റേറ്റുകൾ സാധ്യമാണ്. അപ്പോൾ ഇത് അറ്റ് ഫോൾഡ് ഡീജനറേറ്റ് ആണ്. അങ്ങനെ തുടരുന്നു. 2 എക്സ് ഷെൽ വീണ്ടും n = 1, L = 0 എന്നിവ ഉണ്ടായിരിക്കും. എന്തിനാണ് ഞാൻ പിന്നെ 4 ലൈനുകൾ വരച്ചത്? അത് അനുവദിക്കാമോ? ഇല്ല. ഉണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പോൾ അത് ശരിയല്ല. എല്ലാം 2s എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ഒരു തെറ്റ് വരുത്തി. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കെമിസ്ട്രി കോഴ്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു. ഇവിടെ ഈ 2 ഫോൾഡ് ഡെജനറേറ്റ് ആയി എന്ത് ചെയ്യുന്നു? 2p എന്നത് 6 ഫോൾഡ് ഡീജനറേറ്റ്. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി എന്നത് ഒരു സെൻട്രൽ പൊട്ടൻഷ്യൽ ആണ്. ഇത് 1/r പൊട്ടൻഷ്യൽ ആണ്. 1/r പൊട്ടൻഷ്യൽ കണ്ടാൽ നിങ്ങൾക്ക് ഏത് കോർഡിനേറ്റ് സിസ്റ്റം തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലാകും. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് കാരണം r മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി r കോർഡിനേറ്റിൽ മാത്രമാണ് പ്രവർത്തിക്കുക. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കാർട്ടേസിയൻ കോർഡിനേറ്റ് ഒരു നല്ല കോർഡിനേറ്റ് അല്ല. നമുക്ക് യാന്ത്രികമായി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഇട്ട് ഇത് സോൾവ് ചെയ്യാം. കാരണം പൊട്ടൻഷ്യൽ എനർജി റേഡിയൽ കോർഡിനേറ്റിൽ മാത്രമാണ് ഡിപെൻഡന്റ് ആവുക. അപ്പോൾ r θ φ കോർഡിനേറ്റ്സിൽ വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. xy ൽ അല്ല. xy z ൽ വർക്ക് ചെയ്യാം. പക്ഷേ ഇത് വളരെ സങ്കീർണമാകും. അപ്പോൾ കോർഡിനേറ്റ്സ് തിരഞ്ഞെടുപ്പ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വളരെ സൗകര്യപ്രദമാണ്. ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം r θ φ യുടെ u എന്നത് ശരിക്കും r ന്റെ u ആണ്. θ φ കമ്പണന്റ് ഇല്ല. നമുക്ക് ആ സെപ്പറബിൾ വേവ് ഫംഗ്ഷൻ റേഡിയൽ ഡിപെൻഡന്റ്, തീറ്റ ഡിപെൻഡന്റ്, ഫൈ ഡിപെൻഡന്റ് എന്നിവയുടെ പ്രൊഡക്റ്റ് ആയി എഴുതാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്നത് 3 ഡയമെൻഷനിൽ ആണ്. നിങ്ങൾക്ക് ഇത് ഡെൽ സ്ക്വയർഡ് എന്ന് ചുരുക്കി എഴുതാം. ഈ ലാപ്ലേസിയൻ എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ 1/r θ φ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ നിങ്ങളുടെ ലൊക്കേഷൻ വീണ്ടും എഴുതാനും ഉണ്ട്. നിങ്ങൾ പിന്നീട് 2 ഇക്വേഷനുകളും സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ആദ്യം നമുക്ക് ഈ സൊല്യൂഷൻ മൊത്തം ഇവിടെ എഴുതാം. ഇവിടെ നിങ്ങൾക്ക് ഒരു r ഡിപെൻഡൻസ്, തീറ്റ ഡിപെൻഡൻസ്, ഫൈ ഡിപെൻഡൻസ് എന്നിവ കാണാം. അപ്പോൾ നാം ഇത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം നാം കൺവെൻഷണൽ രീതി നോക്കാം. psi as r of r omega of theta phi. പിന്നീട് നാം ഒമേഗ ഓഫ് തീറ്റ ഫൈ ഫൈയിലെ തീറ്റ ഡിപെൻഡന്റ് ആയി ചേർക്കാം. നാം ഇത് 2 ഘട്ടമായി ചെയ്യും. ഞാൻ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ചില തെറ്റുകൾ വന്നേക്കാം. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ എന്നോട് പറയുക, ഞാൻ തിരുത്താം. ഓക്കെ. അപ്പോൾ ഇതാണ് പതിവ് കൺവെൻഷണൽ രീതി. നാം ചെയ്യുന്നത് r സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മാത്രമാണ്. അങ്ങനെ നമുക്ക് r ഓഫ് r ഡിപെൻഡന്റ് പീസ്, ഒമേഗ ഓഫ് തീറ്റ ഫൈ ഡിപെൻഡന്റ് പീസ് എന്നിവ ലഭിക്കുന്നു. ഇത് r ഡിപെൻഡന്റ് ആണ്. ഇത് നിങ്ങൾ എങ്ങനെ എഴുതും? പ്ലസ് ഈ ലാസ്റ്റ് ടേം ഈ 1 ടൈംസ് psi ഒക്കെ പോലെ. ഇത് പ്ലസ് ഇത് ഈ മൈനസ് ഈ 1 എന്നതുപോലെ ലഭിക്കും. ഓക്കെ. നമുക്ക് ഇത് വീണ്ടും എഴുതിയാൽ തീറ്റ ഫൈ ഡിപെൻഡന്റ് ടേംസ് r ഡിപെൻഡന്റ് ടേംസുമായി ഇക്വേറ്റ് ആകും. ഇവിടെ ഒരു d/dr ഉണ്ട്. എക്സലന്റ്. അതെ. അപ്പോൾ ഇവിടെ psi ഇല്ല. ഞാൻ ഇവിടെ നോക്കിയാൽ ഇതും d/dr ആയിരിക്കാം. അപ്പോൾ അയാൾ പോയിന്റ് ചെയ്തതുപോലെ
സൈ അവിടെ ഇല്ല, ഈ ഒരു കോൺസ്റ്റന്റ് തീറ്റയിലും ഫൈയിലും മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ രണ്ട് ഭാഗമായി സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ഡിപെൻഡന്റ് തീറ്റ ഫൈയിലും ഒരെണ്ണം സ്മാൾ ആറിലും ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം, ആദ്യ ടോപ്പ് ഇക്വേഷന് ശേഷം നാം ഇത് വീണ്ടും റീറൈറ്റ് ചെയ്യുന്നു, വീണ്ടും ബ്രേക്കപ്പ് ചെയ്യുന്നു. ഇത് തീറ്റയുടെയും ഫൈയുടെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇത് ഫമിലിയർ ആണ്. ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇതുപോലെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്പൊണൻഷ്യൽ ചെയ്യും. ഇത് ഒരു നോൺ ട്രിവിയൽ ആയിരിക്കും. ഈ ഇക്വേഷൻസ് ലഭിച്ച ശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ ഫംഗ്ഷനുകൾ നോക്കി എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെന്ന് കാണാം. ആക്ച്വൽ ഫിസിക്സുമായി ബന്ധപ്പെടുന്നതിന് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൽഫ എന്നത് m² ആയി എടുക്കുന്നു. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ a⁴im⁵ ഇക്വിവാലന്റ് ആയിട്ട് നിങ്ങൾ ഇതും മനസ്സിലാക്കണം. ഈ φ ഒരു ആംഗുലർ കോർഡിനേറ്റ് φ ആണ്. ഇത് 0 മുതൽ 2π വരെ പോകുന്നു. ഞാൻ π 4π ആയി എടുത്താൽ അത് 0 കോർഡിനേറ്റ് അല്ലെങ്കിൽ 2π കോർഡിനേറ്റ് ആയിരിക്കും. ഇത് എന്നെ ഒരു തരത്തിൽ ഫിക്സ് ചെയ്യും. ഈ m ഫ്രാക്ഷൻ ആകാൻ പാടില്ല, m ഇൻഡജർ ആയിരിക്കണം. വേവ് ഫംഗ്ഷന്റെ ആംഗിൾ കോർഡിനേറ്റ്സിലെ വാല്യൂഡ്നെസ് റിയൽ ലൈനിലെ ഫ്രീ പാർട്ടിക്കിൾ പോലെയല്ലാതെ ഈ അറ്റ് ദി i k x ആയിരിക്കും. k എന്നാൽ എന്തുമാകാം. ഇവിടെ നിങ്ങൾ ഇതൊരു സർക്കിളിൽ ചേർത്താലോ 0m ടൈംസ് ഉള്ള φ എന്ന ഐഡന്റിഫിക്കേഷനുള്ള ആംഗുലർ കോർഡിനേറ്റ് ആയാലോ നിങ്ങൾ m നെ ഇൻറ്റിജർ മാത്രം ആകാൻ തിരഞ്ഞെടുക്കേണ്ടി വരും. അതിനാലാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറുകളും ഇൻഡജറുകൾ ആകുന്നത്. ഇത് കൺസിസ്റ്റന്റ് ആണ്. ഇതാണ് ഞാൻ പറയുന്നത്, അതായത് സിംഗിൾ വാല്യൂഡ് വേവ് ഫംഗ്ഷൻ φ ഡിപെൻഡന്റ് പീസിന് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ അർത്ഥം m ഒരു ഇൻറ്റിജർ ആണ്. എന്നിട്ട് നമുക്ക് തീറ്റ ഡിപെൻഡന്റ് ഇക്വേഷൻ ലഭിക്കും. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കോൺസ്റ്റന്റ് ആൽഫ അവിടെയുണ്ടാകും. നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീറ്റ ക്യാപിറ്റൽ തീറ്റ വേവ് ഫംഗ്ഷൻ m ന്റെ വാല്യൂവിൽ ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിളിന് ഒരു ചേഞ്ച് നൽകുക സൗകര്യത്തിനു മാത്രം. പിന്നീട് ഇക്വേഷൻ ഒന്നുമല്ല, അത് ഫമിലിയർ ലെഷാൻഡർ അസോസിയേറ്റഡ് ലെഷാൻഡർ ആയിരിക്കും. അസോസിയേറ്റഡ് ലെഷാൻഡർ പോളിനോമിയലിനുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. എന്തൊക്കെയാണ് സൊല്യൂഷനുകൾ? നമുക്ക് സൊല്യൂഷൻ ചുരുക്കി എഴുതാം. ഇത് നാം ഹെർമൈറ്റ് പോളിനോമിയലിന് എഴുതിയ പോലെ ചുരുക്കി എഴുതിയ റോഡ്രിഗ്സ് ഫോർമുല പോലെയാണ്. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് എൽന് വേണ്ടി എൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറും m നിങ്ങളുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറുമാണ്. കാരണം നിങ്ങൾക്ക് കെമിസ്ട്രി അറിയാം. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഇതേ രീതിയിൽ തന്നെ നൽകാൻ ശ്രമിക്കാം. ഇത് നമുക്ക് ഓർത്തിരിക്കാനാകും. L=1 L=2 എന്നിങ്ങനെ ചെയ്തു നോക്കൂ. അസോസിയേറ്റഡ് ലെഷാൻഡർ പോളിനോമിയലുകളെ മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഈ c എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഈ സൊല്യൂഷനിൽ c-cl⁴l+1 ആയിരിക്കണം. അവ നോൺ നെഗറ്റീവ് ഇൻറ്റിജറുകളായിരിക്കണം. അതും വളരെ പ്രധാനമാണ്. സ്പെഷ്യൽ ഫംഗ്ഷനുകൾക്കുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ നിങ്ങൾക്ക് ഈ c പാരലലിസം നോൺ നെഗറ്റീവ് ഇൻറ്റിജറുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അസോസിയേറ്റഡ് ലെജൻഡറി ഫംഗ്ഷൻസിലും ലെഷാൻഡർ പോളിനോമിയലുകളിലും ഉള്ള മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെസ്ട്രിക്റ്റീവ് ആയിരിക്കണം. ഇത് ആർബിട്രറി ആകാൻ പാടില്ല. അത് -n ൽ നിന്ന് +1 പോകണം. ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നോക്കിയാൽ മതി. മാത്തമാറ്റിക്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സ്പെഷ്യൽ ഫംഗ്ഷൻസുമായി മാച്ച് ചെയ്യുന്നത് മറ്റൊരു വഴിയുമല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ നാം അതിലേക്ക് ഇതല്ലാതെ മറ്റേതെങ്കിലും വഴി എത്തുന്നു. നാം ഇത് ഡയറക്റ്റ് ഫോർമാറ്റ്സ്
വഴി ചെയ്യുന്നതല്ലാതെ അപ്പോൾ എന്താണ് വേവ് ഫംഗ്ഷന്റെ ഫൈനൽ തീറ്റ ഫൈ ഡിപെൻഡന്റ് പാർട്ട് ഇതിനകം ഫൈ ഡിപെൻഡന്റ് പീസിനുള്ളത് ഈ അറ്റ്തിയായി എം ഫൈ ആണെന്ന് കണ്ടു. തീറ്റ ഫൈ ഡിപെൻഡന്റ് പീസ് നിങ്ങൾക്ക് തീറ്റ കോസ് തീറ്റ ആസ് എക്സ് ഒരു അസോസിയേറ്റഡ് ലെഷാൻഡർ പോളിനോമിയൽ ആണെന്ന് നിങ്ങൾക്ക് എഴുതാം. പി എൽ എം ഇ അറ്റ്തിയായി എം ഫൈ എന്ന ഈ പ്രൊഡക്റ്റിനെ സാഹിത്യത്തിൽ എപ്പോഴും വിളിക്കുന്നത് സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്നാണ്. ഇത് കാപ്പിറ്റൽ വായ കൊണ്ട് സൂചിപ്പിക്കുന്നു എൽ എം തീറ്റ ഫൈ. അപ്പോൾ ഇനി സ്ഫെറിക്കൽ ഹാർമോണിക്സിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇനി സംസാരിക്കാം. എന്നാൽ ഇതാണ് കണക്ഷൻ അസോസിയേറ്റഡ് ലെഷാൻഡർ പോളിനോമിയൽ ഗുണം ഈ അറ്റ്തിയായി എം ഫിൽ ഒന്ന് ചേർന്ന് സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്ന് വിളിക്കപ്പെടുന്ന നോർമലൈസേഷൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ഒരു സ്പെസിഫിക് എല്ലിനും ഒരു സ്പെസിഫിക് എമ്മിനും എങ്കിലും, എന്നാൽ ഒരു ജനറൽ എല്ലിനും എമ്മിനും. ഇത് ഡിറ്റർമിൻ ചെയ്യാനാകും നിങ്ങൾ എങ്ങനെ നോർമലൈസേഷൻ ചെയ്യും. തീറ്റയുടെ മാത്രം ഇന്റഗ്രൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി കോസ് തീറ്റയും ഡി ഫൈയും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. കോസ് തീറ്റ തീറ്റ 0 നിന്നും പൈയിലേക്കും ഫൈ 0 നിന്നും മറ്റു പൈയിലേക്കും പോകുന്നു. പിന്നീട് നിങ്ങൾക്ക് നോർമലൈസേഷൻ ഫിക്സ് ചെയ്യണം. ബാക്കി റേഡിയൽ പാർട്ട് ആംഗുലർ പാർട്ട് ചെയ്തിരിക്കുന്ന നമുക്ക് റേഡിയൽ പാർട്ട് ചെയ്യണം. അപ്പോൾ നാം ഒമേഗ തീറ്റ ഫൈയെ റിലേറ്റ് ചെയ്യുന്ന ആ കാപ്പിറ്റൽ സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനെ ഇവിടെ പ്ലഗ് ഇൻ ചെയ്യൂ. ഇക്വേഷന്റെ റേഡിയൽ പാർട്ടിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ്. ഞാൻ ഇതിനകം തന്നെ ഒരു ചെറിയ n ഇവിടെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. എൽ ഇവിടെ ഡിപെൻഡന്റ് ആണെന്ന പ്രതീക്ഷയിൽ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാൽ സ്പെഷ്യൽ ഫങ്ഷൻസ് അസോസിയേറ്റഡ് ലാഗ്വർ പോലെയാണ്. അസോസിയേറ്റഡ് ലാഗ്വറിനായി സ്പെഷ്യൽ ഫംഗ്ഷൻ പോളിനോമിയൽ പരിശോധിച്ചാൽ അപ്പോൾ ഇതാണ് അസോസിയേറ്റഡ് ലാഗ്വർ. പോളിനോമിയലുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നാം അവ ഡിറൈവ് ചെയ്യുന്നില്ല. നാം അത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോണ്ടെക്സ്റ്റിൽ മാച്ചിങ് ചെയ്യുന്നത് മാത്രമേയുള്ളൂ. ഇപ്പോൾ എന്താണ് സൊല്യൂഷൻ? സാഹിത്യത്തിൽ സൊല്യൂഷൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ഗ്രഹാം സ്മിത്തിന്റെ ഓർത്തോജനലൈസേഷൻ ഫോർ ഫംഗ്ഷൻ സ്പേസസ് ആണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് നിങ്ങൾ ഒരു വെയിറ്റേജ് ഫാക്ടർ നൽകണം. അതായത് ഈ ഹൈഡ്രജൻ ആറ്റം റേഡിയൽ കോർഡിനേറ്റ് 0 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സ്ക്വയർ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ (-12 r അല്ലെങ്കിലോ r എന്ന് വിളിക്കുന്ന r-ന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അസോസിയേറ്റഡ് ലാഗ്വർ പോളിനോമിയൽ എന്നും ഡെല്ലും ആർബിട്രറി അല്ല എന്നും ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ എൽ എപ്പോഴും എന്നിൽ കുറവോ ഈക്വലോ ആയിരിക്കണം. എന്നിൽ കുറവോ ഈക്വലോ ആയിരിക്കുന്നത് എല്ലിനേക്കാൾ കൂടുതലും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ റോ ആർ ഇപ്പോൾ എഴുതിയത് ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഇതിന്റെ പ്രൊപ്പോർഷണൽ ആറുമായി ഗുണിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനൊരു ബോഹർ റേഡിയസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഇവിടെ മാച്ചിങ് ചെയ്തിട്ടും പരമ്പരാഗതമായി നമുക്ക് അറിയാവുന്നതിൽ നിന്നുമാണ്. എന്താണ് ബോഹർ റേഡിയസ്? നമുക്ക് എഴുതാൻ നോക്കാം. ഈ സൊല്യൂഷൻ വളരെ കോമ്പാക്ട് ഫാഷനിലാണ്. ഇവ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ നൽകിയിരിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കാണാൻ മാത്തമാറ്റിക്സ് സാഹിത്യത്തിൽ ഇത് പരിചിതമാണെങ്കിൽ ആ സൊല്യൂഷൻ എടുത്ത് ആ വേരിയബിളുകളെല്ലാം അതിനനുസരിച്ച് വീണ്ടും എഴുതും. അവിടെ എന്നാൽ എനർജി ആയിരിക്കില്ല, ഏതെങ്കിലും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് എനർജിയെ En എന്ന ടേംസിൽ എഴുതാം. ഇത് 1/n² നെഗറ്റീവ് സൈനിൽ പ്രൊപ്പോർഷണൽ ആണ്. എന്തിനാണ് നെഗറ്റീവ്?
സൈൻ. ബൗൺസ് സ്റ്റേറ്റ് പോസിറ്റീവ് സൊല്യൂഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. അഥവാ പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ ബൗൺസ് ഇല്ല. എന്നാൽ നിങ്ങൾക്ക് സ്കേറ്റ് സ്റ്റേറ്റ് ആകാം. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് n ഒപ്പം ഒരു സ്പെസിഫിക് l നോടൊപ്പം ഇരുന്ന് പ്രവർത്തിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓവർ dr നോർമലൈസേഷൻ ലഭിക്കുന്നോ എന്ന് നോക്കാം. നോർമലൈസേഷൻ ഇന്റഗ്രൽ ആയിരിക്കും r സ്ക്വയേർഡും അവിടെ ആവശ്യമുണ്ട്. വിശദമായി പറഞ്ഞാൽ 3 ഡയമെൻഷനിലെ നോർമലൈസേഷൻ 3 ഡയമെൻഷനിൽ ഇതിന്റെ ഇന്റഗ്രൽ dv psi star xyz psi xyz ഇത് ഒരു dv കാർട്ടീഷ്യനിലായിരിക്കണം. dx dy dz കാർട്ടേഷ്യൻ. സ്ഫെറിക്കൽ പോളാറിൽ ഇത് dr r സ്ക്വയേർഡ് തീറ്റ d തീറ്റ ഫൈ. ശരിയല്ലേ? ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ psi ഒരു ഫംഗ്ഷനായി എഴുതുകയാണെങ്കിൽ r തീറ്റ ഫൈ ഒമേഗ തീറ്റ ഫൈ i ടൈംസ് r ഓഫ് r ആണെങ്കിൽ അപ്പോൾ ഇന്റഗ്രൽ സൈൻ തീറ്റ d ഫൈ ഒമേഗ ഓഫ് തീറ്റ ഫൈ മോഡ് സ്ക്വയേർഡ് 1 ആയിരിക്കണം. r സ്ക്വയേർഡ് എന്നാലോ മോഡ് r സ്ക്വയേർഡ് ഈ പീസ് കൊണ്ട് ഗുണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോഡ് r ഓഫ് r ഹോൾ സ്ക്വയേർഡ് dr r സ്ക്വയർ. ഇത് പൂർണ്ണമായും ജക്കോബിയനിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ xyz മുതൽ r തീറ്റ ഫൈ വരെ എടുക്കുമ്പോൾ ഈ ഫാക്ടറുകൾ വെളിയിൽ വരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ പറയുന്നത് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ അവർ ഈ r സ്ക്വയേർഡിനെപ്പറ്റി മറന്നു പോകുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നോൺ ട്രിവിയൽ ജാക്കോബിയൻ ഉണ്ടാകും. ഇത് r സ്ക്വയേർഡ് dr സൈൻ തീറ്റ d ഫൈ മോഡ് ഒമേഗ തീറ്റ ഫൈ ഹോൾ സ്ക്വയേർഡ് മോഡ് r ഓഫ് r ഹോൾ സ്ക്വയേർഡ് എന്ന് ഓർക്കണം. ഇത് 1 ആയിരിക്കണം. ഇതാണ് നോർമലൈസേഷൻ. ഇത് r പീസ് തീറ്റ ഫൈ പീസ് എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നാൽ ഈ നോർമലൈസേഷൻ വോളിയം ഫാക്ടറിന് അനുസരിച്ചായിരിക്കണം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ. എന്ത് സംഭവിക്കുന്നു? ഞാൻ സൈറോ ഫൈ ഇസഡ് എന്നെഴുതുകയാണെങ്കിൽ അത് dz റോ d റോ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഓർക്കേണ്ടത്, പലരും ഇത് മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സ്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത് ഒരു അസോസിയേറ്റഡ് ലെജൻഡറി ഫംഗ്ഷനാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ വെരിഫൈ ചെയ്യാം. അടുത്ത ലെക്ചറിൽ ഞാൻ സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെന്റിനെക്കുറിച്ച് കുറച്ച് കണ്ടിന്യൂ ചെയ്ത ശേഷം അടുത്ത വെള്ളിയാഴ്ച എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ.